ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രദേശവാസി ആര്യ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ആര്യ, വളരെ ക്രൂരമായ മർദ്ദനം എന്ന കാര്യത്തിൽ തർക്കമില്ല. പെൺകുട്ടിയെ നിലത്ത് വലിച്ചിട്ടുള്ള മർദ്ദനമാണ് സംഭവിച്ചത്. ഇതിനുള്ളൊരു കാരണം എന്തായിരുന്നു? ഇത്രമാത്രം ഒരു ക്രൂരമർദ്ദനത്തിലേക്കൊക്കെ ചെന്നെത്തണം, അതും പട്ടാപ്പകൽ ഇത്രമാത്രം ആളുകൾ ചുറ്റും നോക്കി നിൽക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇതിനുള്ളൊരു കാരണം? നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ആര്യ, കേൾക്കാമോ? ഹലോ, ആര്യല്ല, ആര്യാനിതിന്റെ ചേച്ചിയാണ്. പറഞ്ഞോളൂ, എന്താണ് ഈ സംഭവം? പേരെന്താണ്? നിലാവ്. നിലാവിനാണല്ലോ അല്ലെ മർദ്ദനമേറ്റത്? അതെ അതെ. നിലാവ്, എന്താണ് ഈ സംഭവം? എന്തിനായിരുന്നു ഇത്രമാത്രം ഒരു വലിയ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്? ഈ സംഭവം എന്താണ്? എന്തുകൊണ്ടാണ് അവരിങ്ങനെ മർദ്ദിച്ചത്? ഇത് അവരുടെ ഈ ഷൈജു എന്ന് പറയണ ആ പുള്ളിയുടെ മകന്റെ ഒപ്പം ആണ് എന്റെ അനിയന്മാര് പഠിക്കുന്നത്. ശരി. അപ്പൊ അവരെ വിളിച്ച് ചോദിച്ച് അവരുമായിട്ട് കളിക്കാൻ വരുവാന്ന് ചോദിച്ച് വിളിച്ചതിനെ തുടർന്ന് അവര് വിളിച്ച് തെറി പറയുകയാണ് ചെയ്തത്. അവരുടെ അച്ഛൻ ഷൈജു എന്ന് പറയണ അയാൾ വിളിച്ച് തെറി പറയുകയാണ് ചെയ്യണത്. അതിനെ തുടർന്ന് രണ്ടുപേര് അവരുടെ ഞങ്ങളുടെ വളരെ മോശമായിട്ട് അമ്മക്കും അമ്മേനെ തരുക, വീട്ടിലോട്ട് വിടുക, അങ്ങനത്തെ വൃത്തികെട്ട വാക്കുകളാണ് അവർ ഉപയോഗിച്ചത്. ഷൈജു എന്ന് പറയണ ആള്. ആ ആളെന്നിട്ട് ഇവന്മാര് കേട്ടിരുന്നില്ല, ഇവന്മാരും തിരിച്ച് ചീത്ത പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവരുടെ പാട്ടിന് എന്റെ അനിയന്മാര് കളിക്കാൻ പോയി കഴിഞ്ഞ് തിരിച്ചു വന്ന വഴിക്ക് ഷൈജുവിന്റെ അനിയനെ എറണാകുളത്തുനിന്ന് വിളിച്ചു വരുത്തി എന്റെ അനിയന്മാരെ രണ്ടുപേരെ നടു റോട്ടിലിട്ട് അടിക്കണായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റിന് തലക്കടിക്കാൻ അവന് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അടിച്ച് നിലത്തിടിയാണ് ചെയ്യണത്. എന്നിട്ട് ഈ ഷൈജു തന്നെ രാത്രി കൊണ്ടുപോയി കേസ് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ, പൂച്ചാക്ക പോലീസ് സ്റ്റേഷനിൽ. എന്നിട്ട് അവർ കേസ് കൊടുത്തിട്ട് തിരിച്ചു വന്നു. എന്റെ അനിയന്മാരാണ് അവരെ വീട്ടിൽ അതിക്രമിച്ച് കയറി പ്രശ്നം ഉണ്ടാക്കിയതെന്നും പറഞ്ഞിട്ട് കേസ് കൊടുത്തത്. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആരും അങ്ങനെ പോകാനായിട്ടില്ല. അമ്മൂമ്മയുടെ അടുത്താണ് നിൽക്കണം, അമ്മ ജോലിക്ക് പോകും. ഞങ്ങൾ പിറ്റേ ദിവസം എന്റെ മേമയായിട്ട് ഞാൻ പോയി കേസ് കൊടുത്തപ്പോ പൂച്ചാക്ക പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവര് ഞങ്ങളെ ഇറക്കി വിട്ട് എന്റെ മേമേനെ. ശരി, നിലാവ്, ഞാനൊന്ന് ഇടപെട്ട് ചോദിച്ചോളട്ടെ. ഈ സഹോദരന്മാരെ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ അതിൽ ഇടപെട്ടതാണോ നിലാവ്? അപ്പോഴാണോ നിലാവിന് മർദ്ദനമേറ്റത്? അതെ അതെ. ഇവരെ അത് കഴിഞ്ഞ് കേസ് കൊടുത്തു. വൈകിട്ട് വന്നു കഴിഞ്ഞ് ഇവര് റോട്ടിൽ കൂടി നടന്നു പോണ കണ്ട് ഇവര് അവിടെ നിന്ന് മദ്യപിക്കണായിരുന്നു. ഈ ഷൈജു എന്ന് പറയണത് ഇന്ന് വൈകിട്ട് ഇന്നൊരു 3 മണിയൊക്കെ ആയപ്പോ അവരെ കണ്ട് ഓടി വന്ന് ഇവരും ഉന്തും തള്ളുമായി അപ്പുറത്തെ അയൽവക്കക്കാരും കൂടി ഇതിന്റെ അകത്ത് പങ്കുചേർന്ന് ഇവന്മാരെ തല്ലാൻ വേണ്ടി വന്നപ്പോ പിടിച്ചു മാറ്റാൻ വേണ്ടി ചെന്നതാണ്. എന്റെ മാമനെ ഞങ്ങളെ താഴത്ത് അടിച്ചിട്ട്. ശരി, അത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ക്രൂരമർദ്ദനമാണ് നിലാവിനേറ്റെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ വേദനയുണ്ട് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ. ഇത് കണ്ടു നിന്നത് ഇവരെ പിടിച്ചു മാറ്റാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അത് ആ പ്രദേശത്തുള്ള ആളുകളായിരുന്നു? പ്രദേശത്തുള്ള ആൾക്കാരെ എന്റെ അനിയന അവിടെ ഈ അടുത്തുള്ള മനോജ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ആ മകൻ എന്റെ അനിയനെ വട്ടം കയറി പിടിച്ചിട്ട് ഇയാള് ഇടിക്കാൻ വേണ്ടിയിട്ടുള്ള അവരും ഇടിച്ച്, അവരുടെ ഭാര്യ എന്റെ അനിയനെ പിടിച്ചിടിച്ച്. രാജിയും അവരും അവരുമായിട്ട് ഞങ്ങൾ ഒരു പ്രശ്നവും ഇല്ല. അവര് വന്നിട്ട് ഞങ്ങളെ പിടിച്ച് ഇടിക്കുകയൊക്കെ ചെയ്തത്, എന്റെ അനിയന്മാരെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്ന് പിടിച്ചു മാറ്റാൻ ചെന്നപ്പോഴാണ് എന്നെ എന്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ച് താഴത്തിട്ട് എന്റെ അടിവയറിന് വരെയും ചവിട്ടി. എനിക്കിപ്പോ എന്റെ ഇടത്തെ കൈ എനിക്ക് അനക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ ബ്രസ്റ്റിന്റെ അവിടെ നല്ല വേദനയാണ് ചവിട്ടിയിട്ട്. വിഷയം എന്തോ ആയിക്കോട്ടെ, ഒരു പെൺകുട്ടിയെ ഇത്രമാത്രം പട്ടാപ്പകൽ നടു റോഡിലിട്ട് ഇത്രമാത്രം വലിയ മർദ്ദനമേൽപ്പിച്ച ആ പ്രതിക്കെതിരെ എന്ത് നടപടിയെടുത്തു പോലീസ്? പരാതി നൽകിയില്ലേ പോലീസ് സ്റ്റേഷനിൽ? ലാത്തിയും കൊണ്ട് പോലീസ് ജീപ്പിൽ ഇവിടെ വന്നെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വിളിച്ചു വരുത്തി. പോലീസുകാർ ഒന്നും സംസാരിച്ചില്ല. അവരുടെ സൈഡിൽ നിന്ന് അവരോട് പോയി ചോദിക്കാം, വീഡിയോ വരെ ഞങ്ങൾ കാണിച്ചു കൊടുത്തു. അവരോട് ചെന്ന് ചോദിക്കാൻ വേണ്ടി പോയപ്പോ അവരുടെ ചേച്ചിയമ്മ, ഈ ഷൈജുവിന്റെ ചേച്ചിയമ്മ പറഞ്ഞ് ഞങ്ങളാണ് അവരുടെ വീട്ടിൽ ചെന്ന് ഉപദ്രവിച്ചെന്നും പറഞ്ഞ് ഇവിടെ വെറുതെ നിന്നേച്ച ഒരു നിരപരാധിയായ ഒരു ചേട്ടനെ പിടിച്ചോണ്ട് പോയി. നിലാവിന്റെ ചോദ്യം ഇതാണ്, എഫ്ഐആർ ഇട്ടില്ലേ പോലീസ്? ഇല്ല. ഞാൻ രാവിലെ കൊടുത്ത, ഇന്നലെ എന്റെ അനിയന്മാരെ ഉപദ്രവിച്ചതിന്റെ പേരിൽ ഞാനിന്ന് രാവിലെ കൊടുത്ത ഈ പരാതിക്ക് അവര് ഞങ്ങൾ അവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടത്. നിങ്ങൾ ഈ ദിവസം ഡയറി കുറിച്ച് വെച്ചോ, നിങ്ങളുടെ അനിയന്മാരുടെ പ്രശ്നമായിട്ട് ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമെന്ന് അവർ പറഞ്ഞ് ഞങ്ങൾ ആട്ടി ഇറക്കിയാണ് അവിടെ നിന്ന് വിട്ടത്. ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പോലീസിനെ കാണിച്ചിരുന്നോ നിലാവ്? എന്താണ് ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പോലീസിനെ കാണിച്ചിരുന്നു? എന്താണ് പോലീസ് പറഞ്ഞത്? അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അവിടെ നിന്ന് പോലീസുകാർ ഇവിടെ ജീപ്പിൽ വന്ന് ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് അവര് ഒന്നും പറയാനോ ഒന്നും അവരോട് ചോദിക്കാനോ ഒരു നടപടി പോലും എടുത്തില്ല അവര്.
ഏത് പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി കൊടുത്തത്? പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷൻ. ഏതാണ്? പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷൻ. ഈ ദൃശ്യങ്ങൾ കാണിച്ചിട്ടും പോലീസ് നടപടി എടുത്തില്ല അല്ലെ? നടപടി എടുത്തില്ല. ഇവിടെ നിരപരാധിയായിട്ട് നിന്നേച്ച ഒരു ചേട്ടന് അവര് പറഞ്ഞു കൊടുത്തിട്ട് ഈ ഷൈജു എന്ന് പറയണ പുള്ളിക്ക് ഇതിനു മുമ്പും കേസുണ്ട്. ഇവിടത്തെ ആൾക്കാരെ, ഇവിടത്തെ പെണ്ണുങ്ങളെ ഒളിഞ്ഞിട്ട് നോക്കാനും കയറി പിടിക്കാനും അങ്ങനത്തെ വൃത്തികെട്ട എല്ലാ കേസിലും പ്രതിയാണ് അയാള്. ഈ ഷൈജു എന്ന് പറയുന്ന ആൾ ആരാണ് യഥാർത്ഥത്തിൽ? അയാൾ നിങ്ങളുടെ സമീപവാസിയാണോ? അതെ അതെ, ഞങ്ങളുടെ ഈ അടുത്തുള്ള ഒരു പുള്ളിയാണ്. CPM പ്രവർത്തകനാണെന്ന് പറയുന്നു. അവരുടെ ചേച്ചിയമ്മയുടെ ഭർത്താവ് ഇവിടെ പാർട്ടിയിലും ഇതിലും ഒക്കെ ഉള്ളതാണ്. ഈ ഷൈജു ഇത്തരത്തിൽ CPM പ്രവർത്തിക്കുന്ന ആളാണോ? ഇല്ല ഇല്ല ഇല്ല, അത് ഞങ്ങൾക്ക് അറിയില്ല. ആ പുള്ളി പുറത്തോട്ട് ഇറങ്ങിയല്ല. ആ പുള്ളി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാവരും ഇടിക്കാനും ഇതാക്കാനും മാത്രം പുറത്തോട്ട് ഇറങ്ങും, അല്ലാണ്ട് അയാളെ കാണത്തില്ല. പിന്നെ ഈ രാത്രി ഓരോരുത്തരുടെ വീട്ടിൽ വന്ന് പെണ്ണുങ്ങളെ തൊടാനും അങ്ങനത്തെ വൃത്തികെട്ട ഒരു മനുഷ്യനാണ്. ആ പേരിൽ വരെ ഇയാൾക്ക് കേസുണ്ട്. ഇവിടെ ഈ നാട്ടിൽ വന്ന് ആരുടെ അടുത്ത് ചോദിച്ചാലും അവര് പറയും. അപ്പം കുട്ടികളെ പരസ്പരം, സഹോദരന്മാർ പരസ്പരം കളിക്കളത്തിലേക്ക് വിളിച്ചതിനെ തുടർന്നുണ്ടായ ഒരു സംഘർഷമാണ് ഇത്രമാത്രം വലിയൊരു മർദ്ദനത്തിലേക്ക് എത്തിയത് അല്ലേ? അതെ അതെ അതെ. ഈ നിലാവിന് എന്തൊക്കെയാണ് പരിക്ക്? ആശുപത്രിയിൽ പോയിരുന്നോ? ഡോക്ടറെ കണ്ടിരുന്നോ? ഞാൻ പോയിരുന്നു. അവര് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. നെഞ്ചിന് നല്ലൊരു ചവിട്ട് അവരെന്നെ അവിടെ ഇട്ട് ചവിട്ടി. അതല്ലാണ്ട് കുറെ ചവിട്ടി എനിക്ക് മുടിക്ക് കുത്തിപ്പിടിച്ച് താഴെ തലക്കിട്ടൊക്കെ ചവിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ വളരെ വേദനിപ്പിക്കുന്നതാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. ഒരു പെൺകുട്ടി എന്ന നിലയിൽ തന്നെ എനിക്കും അതിൽ വളരെ ദുഃഖമുണ്ട്. ഈ മെഡിക്കൽ റിപ്പോർട്ട് കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. അത് ചെയ്തിരുന്നോ? ഇല്ല, ഞങ്ങൾ പോലീസിനെ വിളിച്ചിട്ട് പോലീസ് ഇങ്ങോട്ട് വന്ന് ഒരു കാര്യം ചെയ്തിട്ടില്ല. ഞങ്ങൾ പിന്നെ പോലീസ് തിരക്കാനോ ഇങ്ങനെ തുടർന്ന് ഇവിടെ വരാനോ ചെയ്തിട്ടില്ല. അതേ പിന്നെ അങ്ങോട്ട് പോയിട്ടുമില്ല. ഞങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിന് പരിമിതിയുണ്ട്. ഇതിൽ കൂടുതൽ ഞങ്ങൾ കണ്ട ദൃശ്യങ്ങളിൽ കൂടുതൽ മർദ്ദനം ഏറ്റിട്ടുണ്ടോ നിലാവിന്? അതിന് തുടക്കം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അത് കൂടുതൽ മർദ്ദനം ഏറ്റിട്ടുണ്ട്. ആദ്യം വാക്കുകൾ കൊണ്ടുള്ള ഇതായിരുന്നു, അതിനുശേഷമാണോ ഇത്തരത്തിലുള്ള കയ്യാങ്കളിയിലേക്ക് എത്തിയത്? വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് അവര് എന്റെ അനിയനെ അടുത്തുള്ള ഞാൻ പറഞ്ഞ മനോജ് എന്ന് പറയണ അയാളുടെ മകൻ വട്ടം കയറി പിടിച്ചു കൊടുക്കണമായിരുന്നു ഇടിക്കാൻ വേണ്ടി. പിടിച്ചു വഷളമായത്. അവർ ഇതിന്റെ അകത്ത് ഇടപെടേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ അവരുടെ വീട്ടിലോട്ട് ഒരു ആവശ്യത്തിനും പോയിട്ടില്ല, ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല. ഇത് ഇവർ തമ്മിലുള്ള പ്രശ്നം ഇവർ തമ്മിൽ പറഞ്ഞു തീർക്കാനുള്ളതിന് ഇവർ ഈ മനോജും അവരുടെ ഭാര്യ രാജിയും അവരുടെ മകൻ എബിയും വന്ന് ഇതിന്റെ ഇടക്ക് കയറി ആ വീഡിയോടകത്ത് കാണാം. ഒരു നൈറ്റ് ഇട്ട് റെഡ് കളറിലെ നൈറ്റ് ഇട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ അവര് ഇവരെല്ലാരും പിടിച്ചു വെച്ചിരിക്കണ കാണാം. മറ്റുള്ള സ്ത്രീകൾ ആരാണ്? സമീപ പ്രദേശത്തുള്ള ആളുകളാണോ? അതെ അതെ അതെ. ഈ ഒരു KSRTC ബസ് നിർത്തിയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മർദ്ദനത്തിന്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ അതവിടെ നിർത്തിയതാണോ? അതെ 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 അതെ. അപ്പൊ റോഡ് കവിഞ്ഞുള്ള മർദ്ദനമായിരുന്നല്ലേ? ഇവിടെ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആയിരുന്നു ഇവിടെ. ഈ വിഷയത്തിൽ നാട്ടുകാർ ആരും ഇടപെട്ടില്ലേ നിലാവ് കാര്യമായിട്ട്? നാട്ടുകാർ ഇടപെട്ട ആ ഒരു വ്യക്തിനെയാണ് പോലീസ് പിടിച്ചോണ്ട് പോയത്. നിരപരാധിയായിരുന്നു അയാള്. അയാൾക്കെതിരെ കേസെടുത്തോ പോലീസ്? അയാളെ പിടിച്ചോണ്ട് പോയി. കുറ്റം ചെയ്ത ആളെ പിടിക്കാണ്ട് ഞങ്ങളൊപ്പം അവരെ പിടിച്ചു മാറ്റാൻ നിന്നേച്ച ആളെ പിടിച്ചോണ്ട് പോയി. അത് ഈ ഷൈജുവിന്റെ ചേച്ചിയമ്മ പറഞ്ഞു കൊടുത്തിട്ടാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ SI ഉണ്ടായിരുന്നു. ആരെടുത്താണ് പറഞ്ഞത്? SI ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി കംപ്ലൈന്റ് കൊടുത്ത് ആ ഒരു ബുക്കുണ്ട്. ആ ബുക്കിന്റെ അകത്ത് എന്തോ എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് എഴുതി എന്തോ എടുത്ത് ഇറങ്ങി വന്ന് കംപ്ലൈന്റ് എഴുതി കൊടുത്തു അല്ലേ? എഴുതി തന്നെ കൊടുത്തത്. അതിന്റെ ഞങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് ഒന്നും എടുത്തില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ട്രയൽ എഴുതി വെച്ചിട്ടാണ് വേറൊരു പേപ്പറിലോട്ട് പകർത്തി എഴുതിയത്. ആ പേപ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ എഴുതിയ പേപ്പർ, ആ കൊടുത്ത അതേപോലെ തന്നെ എഴുതിയ പേപ്പർ ഞങ്ങൾക്ക് കോപ്പി എടുക്കാൻ പറ്റിയില്ല. പിന്നെ നിങ്ങൾ പോലീസ് വിളിക്കുകയോ സൈഡിൽ നിന്ന് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഓക്കെ. അതിനുശേഷം നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്രയും സമയമായി രാത്രി 9:30 ആവുന്നു, ഇതിനിടയിൽ എപ്പോഴെങ്കിലും പോലീസ് നിങ്ങളെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? പോലീസ് ജീപ്പ് ഈ റോഡിന്റെ വാതിക്ക്, ഞങ്ങളുടെ റോഡ് സൈഡാണ് വീട്, ഈ റോഡിന്റെ വാതിക്ക് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോണുണ്ട്. പക്ഷെ ഇതുവരെ പോലീസ് വിളിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇവര് രാവിലെ കൊടുത്ത പരാതിക്ക് റെസിപ്റ്റ് അയക്കാന്ന് പറഞ്ഞിട്ട് ആ റെസിപ്റ്റ് പോലും ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടില്ല. വാട്സപ്പിൽ വിടാന്നാ പറഞ്ഞത്. ആ റെസിപ്റ്റ് പോലും അയച്ചു തന്നിട്ടില്ല ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങളുടെ പരാതി അവിടെ സ്വീകരിച്ചിട്ടില്ലെന്നാണ് അർത്ഥം.
അതെ, അത് തന്നെയാണ്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്രമാത്രം ഒരു നിരുത്തരവാദം അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഞങ്ങൾ 2-3 തവണ നിലാവ് ഞങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അവിടുത്തെ SIയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. അദ്ദേഹം ഫോൺ എടുക്കുകയായിരുന്നെങ്കിൽ കൃത്യമായി ഇതിനുള്ള മറുപടി ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു. അദ്ദേഹം പറയണത് പറഞ്ഞോളൂ. ഈ നിങ്ങളുടെ അനിയന്മാരുടെ പേരിൽ നിങ്ങൾ ഇവിടെ കേസും കൊണ്ട് വരുമെന്നാണ് പറയണത്. അതേപോലെ തന്നെ ഇവന്മാര് വിളിച്ച്, ഇവന്മാർക്ക് ഫോണില്ല, എന്റെ അനിയന്മാർക്ക് ഫോണില്ല. അവര് വിളിച്ചത് ഈ ഷൈജുവിന്റെ മകനെ വിളിച്ചത് എന്റെ കൂട്ടുകാരന്റെ ഫോണിൽ നിന്നാണ്. ആ കൂട്ടുകാരന്റെ ഫോണും ആ 3 പേരെയും വിളിച്ചിന്ന് പോലീസ് സ്റ്റേഷനിൽ, അവന്മാർക്ക് 18 വയസ്സ് പോലും ആയിട്ടില്ല, അവന്മാരെ 3 പേരെയും പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ച്, രാവിലെ തൊട്ട് ഉച്ചവരെയും പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ച്. അനിയന്മാരെയാണോ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചത്? അല്ലല്ല, എന്റെ അനിയന്മാര് ഹോസ്പിറ്റലിൽ പോയ ടൈമിൽ ഇവരുടെ കൂട്ടുകാരന്മാരെ, എന്റെ അനിയന്മാരുടെ കൂട്ടുകാരന്മാരുടെ ഫോണിൽ നിന്നാണ് ഈ ഷൈജുവിന്റെ മകനെ വിളിച്ചത്. എന്റെ അനിയന്മാർക്ക് ഫോണില്ല, കളിക്കാനായിട്ട് വിളിച്ചത്. ആ കളിക്കാനായിട്ട് വിളിച്ച് അവരെയും പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ച്, എന്നിട്ട് അവരുടെ ഫോൺ അവിടെ അതിന്റെ അകത്ത് ഒരാളുടെ ഫോൺ അവിടെ പിടിച്ചു വെച്ച്, ആൽവിൻ എന്ന് പറയണ അവന്റെ ഫോൺ അവിടെ പിടിച്ചു വെച്ച് കോടതി ചെന്ന് മേടിച്ചോന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നാളെ 5 മണിക്ക് അവിടെ എല്ലാവരും ചെല്ലണമെന്ന് എന്നാണ് അവര് പറയണത്. അല്ലാണ്ട് പരാതി അവര് സ്വീകരിക്കണില്ല. ശരി, ഈ ഷൈജുവിന്റെ പരാതി സ്വീകരിച്ചോ പോലീസ്? ഷൈജുവിന്റെ പരാതിയാണ് അവിടെ സ്വീകരിക്കണത്. എന്റെ അനിയന് തലവേദന, തലക്കിട്ട് ഹെൽമെറ്റ് വെച്ച് അടിച്ച് അതിന് എക്സ്റേ എടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് വരെയും സ്റ്റേഷനിൽ ഞങ്ങൾ പറഞ്ഞപ്പോ അവര് പറയണത്, നിങ്ങൾ പൊക്കോ, നിങ്ങൾ എറണാകുളത്ത് എവിടെയെന്ന് വെച്ചാൽ പോയിട്ട് വന്നോ, ഞങ്ങൾക്കതൊന്നും അറിയണ്ട എന്നൊക്കെയാണ് പറയണത്. അവിടെ ഇരിക്കുന്ന ഒരു തെറ്റും ചെയ്യാത്ത അവരെ വരെ ഇവന്മാരെ തെറി പറഞ്ഞ്, ഇവരെ ഇങ്ങോട്ട് അനാവശ്യമായ വർത്താനം പറഞ്ഞപ്പോ ഇവരും തിരിച്ചു പറഞ്ഞത് മാത്രം റെക്കോർഡ് ചെയ്താണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കേൾപ്പിച്ചത്. അത് കാരണം തിരിച്ച് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ ഇന്ന് ഇടിച്ചതിന്റെ തെളിവ് സഹിതം ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഇതാക്കുന്നില്ല അവര്. അപ്പൊ നാളെ പോലീസ് സ്റ്റേഷനിലൂടെ വരാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? എന്താണ്? നാളെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടോ സ്റ്റേഷനിലോട്ട്? നാളെ ഇപ്പൊ ഇതുവരെയായിട്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്നും സ്റ്റേഷനിൽ നിന്ന് ഒരു ഇതും വന്നിട്ടില്ല. ഇന്ന് പോലീസ് ഇവിടെ വന്ന് അവരെ ചോദിക്കാനായിട്ട് ഞങ്ങൾ ഈ തെളിവ് സഹിതം എല്ലാം കാണിച്ചു കൊടുത്തിട്ട് അവര് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ പറയണത് അവർ സ്വീകരിക്കണില്ല. ഞങ്ങൾ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് അതൊന്നും സ്വീകരിക്കാണ്ട് അവരുടെ ചേച്ചിയമ്മ എന്തോ പറഞ്ഞതിന്റെ രീതിയിൽ ഇവിടെ നിന്നേച്ച അയൽവക്കക്കാരനെ പിടിച്ചോണ്ട് പോവുകയാണ് ചെയ്തത് പോലീസ് സ്റ്റേഷനിലോട്ട്. പോലീസുകാര് വാ കേറെന്നും പറഞ്ഞ് തള്ളി കയറ്റിക്കൊണ്ടാ പോയത്. ബിനു എന്ന് പറയുന്ന വ്യക്തിനെയാണ് ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോയത്. മനസ്സിലായി. എന്തായാലും നിലാവ് ഞങ്ങൾ കൂടെയുണ്ട്, അത് മാത്രമേ പറയാനുള്ളൂ. നീതി നിലാവിന് കിട്ടും. കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുക. അല്ലെങ്കിൽ പോലീസുകാർ ഈ വാർത്ത ഞങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുന്ന ആ സമയം തൊട്ട് പോലീസുകാർ കൃത്യമായി നിലാവിനെ വിളിക്കും. അവർ പരാതിയിൽ കേസെടുക്കും. നിലാവിന് നീതി കിട്ടും. ആ കാര്യത്തിൽ ഒട്ടും വിഷമിക്കേണ്ട. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് തുറന്ന് പറഞ്ഞതിന് വളരെ നന്ദി. എന്തായാലും ഡോക്ടറെ കാണിക്കൂ, ചികിത്സ തേടൂ. ഇത്തരം വിഷയങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. വളരെ നന്ദി നിലാവ് ഞങ്ങളോട് പ്രതികരിച്ചതിന്.